എക്സാമിനർ ഫാമിലി, ഇത് നിങ്ങൾക്കുള്ള ഒരു വീഡിയോ അല്ല എന്ന് പറയുമ്പോൾ ഇതൊരു സ്റ്റുഡൻസിനുള്ള വീഡിയോ അല്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ സ്റ്റുഡൻസ് കാണേണ്ട വീഡിയോ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എക്സാമിനറിനെ ഫാമിലി എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ബോത്ത് സ്റ്റുഡൻസ് ആൻഡ് അവർ ഫാക്കൽറ്റി മെമ്പേഴ്സ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ ഫാക്കൽറ്റി മെമ്പേഴ്സ് കൂടിക്കൊണ്ടിരിക്കുന്നു. കാരണം നമ്മുടെ സ്റ്റുഡൻസും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അക്രോസ് ഓൾ നമ്മുടെ ക്ലാസ്സസ്, +2 ആയിക്കോട്ടെ, +1 ആയിക്കോട്ടെ, നമ്മുടെ SSLC ആയിക്കോട്ടെ, 9ാം ക്ലാസ് ആയിക്കോട്ടെ, 8ാം ക്ലാസ് ആയിക്കോട്ടെ, നമ്മുടെ SSLC യൂട്യൂബ് ചാനലിലൊക്കെ ഡെയിലി റെക്കോർഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ റെക്കോർഡ് ഫിസിക്സ് ക്ലാസ്സിലായിരുന്നു. 33,000 പേരായിരുന്നു അന്നത്തെ ക്ലാസ് സൈമിൾട്ടേനിയസ്ലി വന്ന് അറ്റൻഡ് ചെയ്ത്. ഒരു ലൈവില് ഒരൊറ്റ സമയത്ത് 33,000 സ്റ്റുഡൻസ് ആയിരുന്നു ഓണ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആ ക്ലാസ് കാണാൻ വന്നത്. അതുപോലെ നമ്മുടെ 8ാം ക്ലാസ്സിൽ 12,000 പേരും 9ാം ക്ലാസ്സിൽ 16,000 പേരുമായിരുന്നു റെക്കോർഡ്. അപ്പോൾ ഇങ്ങനെ റെക്കോർഡ് അടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ സ്റ്റുഡൻസ് കൂടി വരുന്നതുകൊണ്ട് തന്നെ അത് ബാച്ചിലും യൂട്യൂബിലും എല്ലായിടത്തും കൂടി വരുന്നതുകൊണ്ട് തന്നെ എക്സാമിനറിന്റെ ഫാക്കൽറ്റി ടീമും ഇനി എക്സ്പാൻഡ് ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ എക്സാമിനറിന്റെ ഫാക്കൽറ്റി ടീമിന്റെ ഭാഗമാവാൻ, കേരളത്തിലെ ഏറ്റവും ലാർജസ്റ്റ് ലേണിംഗ് പ്ലാറ്റ്ഫോമിന്റെ ഭാഗമാവാൻ വേണ്ടി നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, ഒരു ടീച്ചറായി ഇവിടെ ജോയിൻ ചെയ്ത് കേരളത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ടീച്ചേഴ്സിന്റെ ഒരു ഭാഗമാവാൻ വേണ്ടി, ആ ഒരു ടീമിന്റെ ഭാഗമാവാൻ വേണ്ടി നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും എക്സാമിനറിന്റെ കൂടെ നിങ്ങളുടെ കരിയർ ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് ആകെ ഇത്രയേ ഉള്ളൂ. താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോമിൽ നിങ്ങൾ ബേസിക് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക. അതിനുശേഷം നിങ്ങളെ ഇവിടെ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഗിവൺ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റഡ് ആണെങ്കിൽ, അതായത് നമ്മുടെ ക്വാളിഫിക്കേഷൻസും നമ്മുടെ ക്രൈറ്റീരിയ പ്രകാരം നിങ്ങളുടെ പ്രൊഫൈൽ ഞങ്ങളുടെ സ്റ്റുഡൻസിന് യൂസ്ഫുൾ ആവുമെങ്കിൽ, അവർക്ക് നിങ്ങളെ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഷോർട്ട് ലിസ്റ്റഡ് ആവും. പിന്നെ മൾട്ടിപ്പിൾ റൗണ്ട്സ് ഓഫ് ഇൻ്റർവ്യൂസ് ഉണ്ടാവും, ടെസ്റ്റ് ഉണ്ടാവും. അതിനുശേഷം മാത്രമേ സെലക്ഷൻ ഉണ്ടാവുള്ളൂ. അപ്പം സീരിയസ് ആയവർ മാത്രം അപ്ലൈ ചെയ്യുക. വെറുതെ തമാശയ്ക്ക് അപ്ലൈ ചെയ്ത് നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്യേണ്ട, ഞങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്യേണ്ട. ഇനി ഈ ഒരു കാര്യം, ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യണോ വേണ്ടയോ എന്ന് സംശയത്തിൽ നിൽക്കുന്നവർ ഇത്രേ ചിന്തിക്കേണ്ടുള്ളൂ. ഒന്ന്, നിങ്ങൾ പഠിപ്പിക്കുന്ന സബ്ജക്റ്റ് അത് ഏതും ആയിക്കോട്ടെ, ആ സബ്ജക്റ്റിൽ വളരെ പ്രൊഫിഷ്യൻ്റ് ആണോ, നിങ്ങൾക്ക് അതിനുള്ള പറ്റിയ നോളേജ് ഉണ്ടോ, നമ്മുടെ എക്സാമിനറിലെ ആയിരക്കണക്കിന് സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റ് കാര്യം ഏറ്റവും ബെസ്റ്റ് രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയുള്ള നോളേജ് ഉണ്ടോ എന്ന് നിങ്ങൾ സ്വയം ചോദിക്കണം. രണ്ടാമത് നിങ്ങൾ ചോദിക്കേണ്ടത്, നിങ്ങൾ പാഷനേറ്റ് ആണോ, ഇത് മറ്റൊരു പണി പോലെ, മറ്റൊരു ജോലി പോലെ കാണാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ പ്ലീസ് ഡോണ്ട് അപ്ലൈ ഹിയർ. ഇവിടെ നിങ്ങൾ അപ്ലൈ ചെയ്യരുത്. നിങ്ങൾ ശരിക്കും പാഷനേറ്റ് ആയിട്ട് സ്റ്റുഡൻസിനെ പഠിപ്പിക്കണം, അവരുടെ ബെറ്റർമെൻറ്റിന് വേണ്ടി, അവരുടെ ഫ്യൂച്ചറിന് വേണ്ടി നല്ലൊരു രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള അങ്ങനെ ഒരു മനസ്സുള്ള ആൾക്കാർ മാത്രം, അങ്ങനെയുള്ളവർ മാത്രം ഇവിടെ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യണം, ഞാൻ വീണ്ടും പറഞ്ഞു, ഡിസ്ക്രിപ്ഷനിൽ ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്, അത് ആദ്യം ഫില്ല് ചെയ്യുക. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അതിൻ്റെ വഴി നടന്നോളും. ഓക്കെ, റെഡി? അപ്പം നിങ്ങൾ സ്റ്റുഡൻസ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളുടെ അറിവിൽ ഇങ്ങനെ പഠിച്ച് ജസ്റ്റ് MSc ആയിക്കോട്ടെ, BTech ആയിക്കോട്ടെ, MTech ആയിക്കോട്ടെ, നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ക്വാളിഫൈ ചെയ്ത് ആരെങ്കിലും ടീച്ചിങ് ഫീൽഡിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവരിലേക്ക് നിങ്ങൾ ഈ വീഡിയോ എത്തിക്കുക മാത്രം ചെയ്യുക. അവർ പിന്നെ തീരുമാനിച്ചോളൂ. എക്സാമിനറിനെ പറ്റി ഒന്ന് പറഞ്ഞു കൊടുക്കുക. എക്സാമിനർ അവർക്ക് അറിയില്ലെങ്കിൽ, മിക്കവർക്ക് അറിയില്ലെങ്കിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവർ തീരുമാനിച്ചോട്ടെ അവരിവിടെ അപ്ലൈ ചെയ്യണോ വേണ്ടത്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഇൻഫർമേഷൻ ഒന്നും എല്ലാവരിലേക്ക് എത്തിച്ചാൽ മതി. ഓക്കെ, അതായത് ആരും കേരളത്തിലെ ബെസ്റ്റ് ടീച്ചേഴ്സ് ഈ ഒരു കാര്യങ്ങൾ, അല്ലെ ബെസ്റ്റ് ടീച്ചേഴ്സ് ആവാൻ ആഗ്രഹമുള്ളവർ ഈ ഒരു ഇൻഫർമേഷൻ അറിയാതെ വരരുത് എന്നുള്ള കാര്യം നമ്മുടെ എക്സാമിനറിൻ്റെ സ്റ്റുഡൻസ് ഒന്ന് ഉറപ്പ് വരുത്തിയാൽ മതി. ആ ഒരു കാര്യം നിങ്ങൾ ഏറ്റെടുത്തോളും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾ ഈ റെക്കമെൻഡ് ചെയ്യുന്ന ടീച്ചേഴ്സൊക്കെ എക്സാമിനറിൻ്റെ ഭാഗമാവണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, നിങ്ങൾ തീർച്ചയായിട്ടും അവരിലേക്ക് ഈ വീഡിയോ എത്തിക്കുക. വി വിഷ് യു ഓൾ ദി ബെസ്റ്റ് ആൻഡ് വി ഹോപ്പ് ദാറ്റ് യു ബിക്കം പാർട്ട് ഓഫ് ദി largest online learning platform in Kerala.